സുരേഷ് ഗോപി തൃശ്ശൂരിലെ MP ആയി വന്നത് മുതൽ വലിയ തോതിലുള്ള സംഘർഷങ്ങളാണ് തൃശ്ശൂരിലെ BJP നേതൃത്വവും അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വവും സുരേഷ് ഗോപിയുമായി നടന്നു വരുന്നത്. കെ സുരേന്ദ്രനുമായി എപ്പോഴും കൊമ്പ് കോർക്കുന്ന സുരേഷ് ഗോപി നേരിട്ട് ഒരു കാര്യങ്ങളും പറയുന്നില്ല എങ്കിലും വലിയ അകൽച്ചയിലാണെന്നുള്ള വളരെ വ്യക്തമായ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ വി മുരളീധരൻ പക്ഷക്കാരനായ MD രമേശിൻ്റെ പക്ഷക്കാരനായ സുരേഷ് ഗോപിയെ അംഗീകരിക്കുന്നതിന് കെ സുരേന്ദ്രൻ തയ്യാറല്ല. കെ സുരേന്ദ്രൻ കൃത്യമായി ടാർഗറ്റ് ചെയ്തുള്ള പ്രവർത്തികൾ സുരേഷ് ഗോപിക്കെതിരെ നടത്തുന്നു എന്നുള്ള ആക്ഷേപം BJPക്കുള്ളിൽ തന്നെ ഉണ്ട്. സുരേഷ് ഗോപിയും BJP ജില്ലാ നേതൃത്വം അല്ലെങ്കിൽ BJP സംസ്ഥാന നേതൃത്വം തമ്മിലുള്ള ചേരിപ്പോരിൽ വലഞ്ഞിരിക്കുന്നത് സത്യത്തിൽ തൃശ്ശൂരിലെ ജനങ്ങളാണ്. വിജയിച്ച് 3 മാസമാകുമ്പോഴും ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ MPയുടെ മെമ്പർ ഓഫ് പാർലമെൻറ്റിൻ്റെ ഒരു ഔദ്യോഗിക ക്യാമ്പ് ഓഫീസ് തുറക്കാൻ പോലും സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല. കേന്ദ്രമന്ത്രി ആയതിനാൽ മണ്ഡലത്തിൽ എപ്പോഴും വരാൻ കഴിയില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്ന ന്യായീകരണം. MPയോട് പറയാനുള്ളത് BJP ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞാൽ മതിയെന്നാണ് നിലപാട്. അതേസമയം തങ്ങൾക്ക് ഇങ്ങനെ ഒരു MP ഇല്ലെന്ന തരത്തിലാണ് നേതൃത്വവും പെരുമാറുന്നത്. അതായത് നമ്മൾക്കറിയാം, സുരേഷ് ഗോപി അധികാരത്തിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനം ലഭിച്ചതിനെ തുടർന്ന് സുരേഷ് ഗോപി പല നിവേദനങ്ങളും കാര്യങ്ങളും നേരിട്ട് കൈകളിലേക്ക് സ്വീകരിച്ചിരുന്നു. ഈ സമയത്ത് BJPക്ക് യാതൊരുവിധ റോളുമില്ല, തൻ്റെ വിജയത്തിൽ തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് താൻ ജയിച്ചത് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു സുരേഷ് ഗോപിയിൽ നിന്നുണ്ടായതും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളിലും പ്രകടമായിരുന്നത്. ഈ ഘട്ടത്തിലാണ് എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരിക്കുന്നതിനിടയിൽ ഇത്തരം പ്രസ്താവനകൾ BJP നേതൃത്വത്തിൽ നിന്നും പരാതികളെല്ലാം BJP പാർട്ടി ഘടകങ്ങളിലൂടെയാണ് വരേണ്ടതെന്നും അത്തരത്തിലുള്ള ഇടപെടൽ വേണമെന്നുള്ള പരസ്യമായ നിലപാടിലേക്ക് BJP ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ എത്തിയതോടുകൂടി സുരേഷ് ഗോപി പിന്നീട് ഒരു നിവേദനമോ പരാതിയോ സ്വീകരിക്കാതെയായി. തന്നെ സമീപിക്കുന്ന അപേക്ഷകരോട് പറയുന്നത് BJPയുടെ ജില്ലാ പ്രസിഡന്റിന് ഈ അപേക്ഷ കൊടുത്താൽ മതി എന്നാണ്. എന്നാൽ ജനങ്ങൾ കൊണ്ടുപോയി BJP ജില്ലാ പ്രസിഡന്റ് ഒരു അപേക്ഷയോ പരാതിയോ കൊടുത്താലോ അത് സുരേഷ് ഗോപിയുടെ കൈകളിലേക്ക് എത്തുന്നത് പോലുമില്ല. അതായത് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുന്ന പോലുള്ള ഈ പരാതികൾ സ്വീകരിക്കുന്ന പോലുമില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായത് മുതൽ ജില്ലാ നേതൃത്വവുമായി തുടങ്ങിയ ഏറ്റുമുട്ടൽ ദിനം പ്രതി രൂക്ഷമാകുന്നു എന്നാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഓഫീസ് പ്രവർത്തിക്കാത്തതിനാൽ പരാതികളും അപേക്ഷയും നൽകാൻ കൃത്യമായ ഒരു ഇടമില്ലാത്ത അവസ്ഥയായി. വല്ലപ്പോഴും പരിപാടിക്ക് വരുമ്പോൾ ലഭിക്കുന്ന പരാതികളും നിവേദനങ്ങളും നെട്ടിശ്ശേരിയിലെ വീട്ടിൽ കൊണ്ടുവന്ന് ഇടിച്ചിട്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വിജയിച്ച ശേഷം വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് MP ഈ മണ്ഡലത്തിൽ എത്തിയത്. ജൂലൈ ആദ്യം ഈ കഴിഞ്ഞ മുമ്പത്തെ മാസം ആദ്യം തൃശ്ശൂർ മണ്ഡലത്തിന് കീഴിലുള്ള ഭൂരിപക്ഷ പ്രദേശങ്ങളിലും മഴക്കെടുതി രൂക്ഷമായപ്പോൾ തിരിഞ്ഞു നോക്കാൻ പോലും ഈ സുരേഷ് ഗോപി ഈ ഭരചന്ദ്രൻ തയ്യാറായിരുന്നില്ല. ഓഗസ്റ്റ് 15 നഗരത്തിലെ ഹയാത്ത് ഹോട്ടലിൽ ഉണ്ടായിരുന്ന സുരേഷ് ഗോപി തേക്കിൻകാട് മൈതാനത്ത് നടന്ന സർക്കാരിൻ്റെ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പോലും, അതായത് ഒരു ഔദ്യോഗിക പരിപാടിയാണ്, അല്ല CPM നടത്തുന്ന അല്ലെങ്കിൽ LDF സർക്കാരിൻ്റെ പരിപാടിയല്ല, അതായത് ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഔദ്യോഗികതല പരിപാടിയാണ്, അതിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. ജനപ്രതിനിധികൾക്ക് യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ പ്രതിനിധിയെ അയക്കുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. എന്നാൽ സുപ്രധാനമായ യോഗങ്ങളിൽ പോലും പകരം ആളെ അയക്കാൻ പോലും സുരേഷ് ഗോപി തയ്യാറാകുന്നില്ല. അതായത് തനിക്ക് കിട്ടിയ അധികാരം താൻ പങ്കിടാൻ ഒരുക്കുന്നതുമല്ല, ഇതെല്ലാം എൻ്റെ മാത്രം കാര്യമാണ്, ഞാൻ മാത്രമാണ് എന്നുള്ള നിലപാടാണ് സുരേഷ് ഗോപി ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഇതാണിപ്പോൾ വലിയ തോതിൽ വിവാദങ്ങളായിരിക്കുന്നത്. തൃശ്ശൂരിലെ ജനങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്തിന് ഞങ്ങൾ ഇങ്ങനെ ഒരു മഹാ അപരാധം ചെയ്തു, ഇതിനു മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു വോട്ട് പോലും കിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ കൊടുക്കില്ലായിരുന്നു എന്നുള്ള വ്യസനമാണ് അവർ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കലുഷിതമായ സാഹചര്യങ്ങളിലേക്കാണ് സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ പോക്ക് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നു.